നമസ്കാരം. അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. പരിസ്ഥിതിയുടെ പ്രധാന ഘടകങ്ങളായ വായു, ജലം, ഭൂമി തുടങ്ങിയവയെ സംരക്ഷിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്. നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ വരും തലമുറയ്ക്ക് വേണ്ടിയും നമ്മൾ പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. പുതിയ കാലത്തിൽ മനുഷ്യർ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളിലൊന്ന് മാലിന്യ സംസ്കരണം ആണ്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കത്തിക്കുന്നത് മാരകമായ വിഷവാതകങ്ങൾ അന്തരീക്ഷത്തിൽ കലരുന്നതിന് ഇടയാകും. കത്തിക്കാതെ മണ്ണിലിട്ടാൽ അത് ദീർഘകാലം ദ്രവിക്കാതെ കിടന്ന് മണ്ണിൽ സസ്യങ്ങളുടെ നിലനിൽപ്പ് തന്നെ അസാധ്യമാക്കും. കഴിയുന്നത്ര പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുകയാണ് ഇതിനുള്ള ഏക പരിഹാര മാർഗം. സംസ്കരിച്ച് വീണ്ടും ഉപയോഗിക്കാവുന്ന തരം പ്ലാസ്റ്റിക്കുകളും ഇന്ന് വിപണിയിലുണ്ട്. വൃക്ഷങ്ങളെ നശിപ്പിക്കുന്നതാണ് അന്തരീക്ഷത്തെ ബാധിക്കുന്ന മറ്റൊരു പ്രധാന പ്രശ്നം. അന്തരീക്ഷത്തെ ശുദ്ധീകരിക്കുന്നതിൽ മരങ്ങളോളം പങ്കുവഹിക്കുന്ന മറ്റൊരു ജൈവരൂപമില്ല. മരങ്ങൾ കുറയുന്നതോടെ മണ്ണൊലിപ്പ് കൂടി ഭൂമിക്ക് ജലം പിടിച്ചു വെക്കുവാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നു. ക്രമേണ അത് വരൾച്ചയിലേക്ക് നയിക്കും. നമ്മുടെ നാട്ടിൽ വേനൽക്കാലത്ത് പോലും ഉറവ വറ്റാത്ത നിരവധി കിണറുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് കുഴൽക്കിണർ കുഴിച്ചാൽ പോലും ചിലയിടങ്ങളിലും ജലം ലഭിക്കുകയില്ല. ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പരിസ്ഥിതി സംരക്ഷണത്തിനായുള്ള നിരവധി സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്. മരങ്ങൾ നട്ടും ബോധവൽക്കരണം നടത്തിയുമൊക്കെ അവർ ഭൂമിയെ സംരക്ഷിക്കുവാൻ പരിശ്രമിക്കുന്നു. അന്തരീക്ഷവായുവിലെ അടങ്ങിയിട്ടുള്ള ഘടകങ്ങൾ നൈട്രജൻ, ഓക്സിജൻ, ആർഗൺ, കാർബൺ ഡയോക്സൈഡ്, നിയോൺ, ഹീലിയം, ക്രിപ്റ്റോൺ, സൈനോൺ, ഹൈഡ്രജൻ, നൈട്രസ് ഓക്സൈഡ്, മീഥൈൽ, നീരാവി, പൊടി തുടങ്ങിയവയാണ്. ഇതിൽ ഏറ്റവും കൂടുതലുള്ള നൈട്രജനാണ്. 78% നൈട്രജൻ, 20% ഓക്സിജൻ. ബാക്കിയുള്ള ഘടകങ്ങളാണ് മറ്റുള്ളത്. ഭൂമി ഉണ്ടായ സമയത്തെ അന്തരീക്ഷമല്ല ഇപ്പോഴുള്ളത്. അന്നത്തെ അന്തരീക്ഷത്തിന് നിരവധി മാറ്റങ്ങൾ സംഭവിച്ചാണ് ജീവജാലങ്ങൾക്ക് നിലനിൽക്കാൻ തക്ക വിധത്തിലുള്ള ഇന്നത്തെ അന്തരീക്ഷം രൂപപ്പെട്ടത്. അഗ്നിപർവ്വതങ്ങളുടെയും ഹരിതസസ്യങ്ങളുടെയും മറ്റും പ്രവർത്തന ഫലമായാണ് പുതിയ അന്തരീക്ഷം പരിണമിച്ചുണ്ടായത്. അന്തരീക്ഷഘടനയിൽ ഇനിയും മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് ഗവേഷകർ കരുതുന്നത്. അതിൻ്റെ ലക്ഷണങ്ങൾ ഇപ്പോൾ തന്നെയുണ്ട്. ആഗോളതാപനത്തിൻ്റെയും മറ്റും രൂപത്തിലാണ് ആ ലക്ഷണങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത്. സർവ്വജീവജാലങ്ങളെയും ഈ മാറ്റങ്ങൾ അപകടകരമായി ബാധിക്കുന്നു. വ്യവസായശാലകളും വാഹനങ്ങളും മൂലമുണ്ടാകുന്ന മലിനീകരണമാണ് ഇതിൻ്റെ പ്രധാന കാരണം. വായുവിൽ